അപ്പോൾ പപ്പായ ഇല വെച്ചിട്ട് നമുക്ക് വളരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഒരൊറ്റ ഇല മാത്രം മതി. അത് ഇതേപോലെ നമുക്കൊന്ന് കീറിയെടുക്കാം. ഇതേപോലെ ചെറുതായിട്ടൊന്ന് കീറിയെടുക്കാം. അപ്പം ഈ ഒരൊറ്റ ഇല വെച്ചിട്ട് വീട് ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു സൊല്യൂഷൻ നമുക്കിത് വെച്ചിട്ട് തന്നെ റെഡിയാക്കാം. അടിപൊളിയാണ്. പാത്രങ്ങളാണേലും വെളുക്കാനാണേലും എല്ലാം ഈ ഒരു ഇല അടിപൊളിയാണ്. അപ്പോൾ ഞാനത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇതേപോലെ എല്ലാം കീറിയിട്ടെടുക്കാം. അപ്പോഴത്തേനും നമുക്ക് അടുപ്പത്ത് ചരുവത്തിനകത്ത് വെള്ളം വയ്ക്കാം. അപ്പം ആ വെള്ളത്തിനകത്തോട്ട് വേണം നമുക്ക് ഇതിട്ടൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ ആ സത്തെല്ലാം ആ വെള്ളത്തിനകത്ത് കിട്ടണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ മാത്രം തിളച്ച ഉടനെ നമുക്ക് ഇറക്കാം കേട്ടോ. അപ്പോൾ അതിനകത്തുനിന്ന് എല്ലാം അതിൻ്റെ ആ ഇലയുടെ എല്ലാ കളറും അതേപോലെ അതിൻ്റെ ഗുണങ്ങളും എല്ലാ വെള്ളത്തിൽ നമുക്ക് കിട്ടും. അത് രീതിയിലൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഒരുപാട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വിനാഗിരി അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഇതൊക്കെ ചേർക്കാനുണ്ട്. അതപ്പോൾ നമുക്ക് അതിനകത്ത് വെച്ച് ഒഴിക്കരുത് കേട്ടോ. നമ്മൾ അതിനകത്ത് അടുപ്പത്തിരിക്കുമ്പോൾ അത് ഒഴിച്ച് കൊടുക്കരുത്. അത് ഊറ്റിയതിന് ശേഷം ആ ഒരു വെള്ളത്തിനകത്താണ് നമുക്കിത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് വലിയ അരിപ്പ് വെച്ച് തന്നെ അരിച്ചെടുക്കാം കേട്ടോ. കാരണം വലിയ ഇലയാണല്ലോ. അപ്പോൾ ഇത്രയും മാത്രം മതി. നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ വിനെഗർ ഒഴിച്ച് കൊടുക്കുകയാണ്. അത് 1 ടേബിൾ സ്പൂൺ അളവിൽ വിനെഗർ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അത് ഒരു സ്പൂൺ അളവിൽ മതി. നമുക്കൊരു നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഷാമ്പു അതേപോലെ ചെറിയൊരു പതയും കിട്ടും. നല്ലൊരു മണവുമാണ്. അതേപോലെ ഒരു ചെറിയ പതയും കിട്ടും. നമ്മളെല്ലാം തേച്ച് കഴിയുമ്പോൾ ഒരു പത വേണമല്ലോ. അപ്പോൾ അതിന് പാത്രങ്ങൾ ഇത്ര കറ പിടിച്ച പാത്രങ്ങളാണെങ്കിലും അതേപോലെ തന്നെ സ്റ്റീലിൻ്റെയും കുപ്പിയുടെയും ഗ്ലാസ് ഇതെല്ലാം നമുക്ക് ഇത് വെച്ച് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം സ്വല്പം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതിയാവും. ഈ വെള്ളം അത്ര നല്ലൊരു എഫക്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇല വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനകം ഫുള്ള് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം വെട്ടി തിളങ്ങും പാത്രങ്ങൾ. അത് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ മറ്റേ ഡിഷ് വാഷും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തേച്ച് എടുക്കുന്നതിനേക്കാളും നല്ലൊരു സൊല്യൂഷനാണിത്. കാരണം പപ്പായയിൽ വെച്ച് തേക്കുമ്പോൾ തന്നെ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങും. പ്രത്യേകിച്ച് അതിൻ്റെ വെള്ളവും പിന്നെ അതിനകത്ത് നമ്മൾ വിനെഗറും ബേക്കിംഗ് പൗഡറും പിന്നെ നമ്മൾ ഷാമ്പു ചേർത്തിട്ടുണ്ട്. ഷാമ്പു നല്ലൊരു മണമാണ്. അതേപോലെ തന്നെ ഷാമ്പുവിന് ചെറിയ പതയും കൂടെ ഉണ്ട്. ഇത്രയും മാത്രം മതിയാകും. അപ്പോൾ ആ പപ്പായയിൽ വെച്ചിട്ട് തന്നെ നമുക്കത് തേച്ചെടുക്കാം കേട്ടോ. അണുക്കൾ ഒന്നും തന്നെ കാണത്തില്ല കേട്ടോ. കാരണം ഈ ഇലയ്ക്ക് നല്ലൊരു ഗുണമുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഇല വെച്ചിട്ട് തന്നെ എല്ലാം ക്ലീൻ ആക്കാമെന്ന് പറയുന്നത് തന്നെ. അപ്പോൾ കണ്ടോ സിങ്കൊക്കെ നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്നുണ്ട്. ഇത് ടാപ്പൊക്കെ നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്നുണ്ടോ. വാഷ് ബേസിനും അതുപോലെ നല്ല രീതിയിൽ കറയൊക്കെ ആയിട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ തന്നെ ഒഴിച്ച് 10 മിനിറ്റ് ഇട്ട് അത്രയും നല്ലതാണ്. ഇത് നമ്മൾ അത്രയും വെയിറ്റ് ചെയ്യുന്നില്ല. പെട്ടെന്ന് തന്നെ ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഈ പപ്പായുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെച്ച് തേച്ചെടുക്കാം കേട്ടോ. ഇതിൽ കണ്ടോ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതേപോലെ ക്ലോസറ്റിനകത്ത് കുറച്ച് രാത്രി ഒഴിച്ചിട്ടിട്ട് രാവിലെ ഒന്ന് ഫ്ലഷ് അടിച്ചാൽ മാത്രം അതിനകത്ത് കറയെല്ലാം പോയി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് തേച്ച് കഴിഞ്ഞിരിക്കാനൊന്നും വേണ്ട ആവശ്യമില്ല. അതിനകത്തുള്ള കറയെല്ലാം പോകുന്നുണ്ടോ. ഇതിപ്പോൾ ഞാൻ ഒഴിച്ചിട്ട് 10 മിനിറ്റ് ആയതേ ഉള്ളൂ. ഞാൻ അപ്പോൾ തന്നെ ഫ്ലഷ് അടിച്ചുണ്ടോ. നല്ല രീതിയിൽ അതിനകത്തുള്ള കറയെല്ലാം പോയിട്ട് ക്ലോസറ്റൊക്കെ നല്ല രീതിയിൽ വെട്ടി തിളങ്ങുന്നുണ്ട്. അതേപോലെ നമ്മുടെ ടൈല് ബാത്റൂമിൻ്റെ ടൈല് കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ അഴുക്ക് പിടിച്ചിട്ട് അതിനകത്ത് കുറച്ച് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തേച്ച് വെള്ളം ഒഴിച്ചെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും. കണ്ട നമ്മൾ സ്വല്പം ഒഴിച്ചിട്ടിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി.